ശ്രീ നിഷാദെ, അങ്ങ് ഉപയോഗിച്ചൊരു വാക്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭരണവർഗ പാർട്ടിയല്ല ഞങ്ങൾ. ഭരണവർഗം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാത്രമല്ല, അതിനകത്ത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കടന്നു വരുന്നതിനെയാണ് ഭരണവർഗം അല്ലെങ്കിൽ ഭരണകൂടം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒരു മുതലാളിത്ത സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഭരണവർഗ പാർട്ടിയല്ല. ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ സംവിധാനത്തെ ഭരണവർഗം എന്ന് വിവക്ഷിക്കാനും പറ്റില്ല. ഞങ്ങൾ സംസ്ഥാന ഭരണ പാർട്ടിയാണ്, കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ വ്യക്തികൾക്ക് പങ്കില്ല എന്നുള്ളതല്ല, വ്യക്തികൾ കൂടിച്ചേരുന്നതാണ് ആ പ്രവർത്തന നേട്ടം. അതിൽ വളരെ മികവ് തെളിയിച്ച ജനപ്രതിനിധികൾക്ക് ചിലപ്പോൾ അവസരം കൂടുതൽ കൊടുത്തെന്ന് വരും, കൂടുതൽ മികവ് തെളിയിച്ച, അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലത്തിൽ അത് പരിഗണിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് ഒരു തവണ കൂടി അവർ നിൽക്കുന്നതാണ് അഭികാമ്യമെങ്കിൽ അത് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ രണ്ട് തവണയിൽ കൂടുതൽ നേരത്തെ മത്സരിച്ചു വരുമുണ്ട്. അതൊക്കെ മൂർത്തമായ സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമല്ലല്ലോ CPIM-ൽ, മറിച്ച് അതിന് സ്ഥിരമായ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. അത് ബ്രാഞ്ച് മുതൽ അഖിലേന്ത്യാ തലം വരെ 3 വർഷത്തിലൊരിക്കൽ ചേരുന്ന സമ്മേളനങ്ങളിൽ വെച്ചാണ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റിയ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അത് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെയല്ല. അതിനൊരു സ്ഥിരം സംവിധാനമാണ് 3 വർഷത്തിലൊരിക്കൽ. അതൊരു അങ്ങേയറ്റം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നൊരു വേദിയാണ്. ആ വേദിയാണ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കോർ സമിതി ഉണ്ടാക്കുക, രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാക്കുക, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുക, അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആരൊക്കെ വേണം, പാർലമെന്ററി രംഗത്ത് ആരൊക്കെ പ്രവർത്തിക്കണം എന്നാൽ അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിശോധിച്ച്